എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NC500 കയറാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻട്രോ എടുക്കുന്നത് സ്കോട്ട്ലാൻഡിലെ ഏതോ ഒരു അരുവിയിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇൻവെർനസ് കയറി നമ്മൾ നേരെ ജോണഗ്രോഡ്സിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി വണ്ടി നിർത്തി ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകാനാണ് പ്ലാൻ. അതേപോലെ തന്നെ നമ്മളെ വീഡിയോയുടെ താഴെ നമ്മൾ നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് വേണമെങ്കിൽ നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വരാം. അപ്പോൾ ഞങ്ങൾ വന്ന ഈ ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ക്യാമ്പ് സൈറ്റാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്യാമ്പ് സൈറ്റാണ്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അതിമനോഹരമായ ഒരു കുഞ്ഞരുവി ഇതിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ പപ്പയും മമ്മിയും ഇത് ഇവിടെ നിൽപ്പുണ്ട്. അവരും എക്സൈറ്റ്മെൻറ്റിലാണ് യാത്രകൾക്ക് വേണ്ടി. എങ്ങനെയുണ്ട് പപ്പം? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3-4 ദിവസമായി, പക്ഷേ 4ാമത്തെ ദിവസം. പക്ഷേ എനിക്കിത് ഇന്നലെ ഇറങ്ങിയ പോലെ തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സമയം പോകുന്നില്ല എന്നല്ല, സമയം പോകുന്ന അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. മടുപ്പ് വരുന്നില്ല. കാരണം നമ്മൾ പുതിയ പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര ആയതുകൊണ്ട് അധികം മടുക്കുന്നില്ല. അപ്പം അത് തന്നെ. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ അധികം കഥ പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ നീട്ടുന്നില്ല. നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ മാത്രം കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻവെർനസിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി കേട്ടോ. വണ്ടി നിർത്താതിരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വ്യൂ ആണ്. നമുക്ക് എന്ത് രസമെന്നൊക്കെ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പലരും പറയും ഇത് വലിയ മലയും കാര്യങ്ങളൊക്കെ അല്ലേന്ന്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളിത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു കോഫി കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ആമി ഇവിടെ ആരെയും കോഫി കുടിക്കാൻ സമ്മതിക്കുന്നില്ല, അവളോട്ട് കുടിക്കുന്നില്ല. നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഒരു ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെ 2 ലാർജ് ഫിഷ് ആൻഡ് ചിപ്സും ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. അല്ല ആമി കുട്ടി? അപ്പൊ ഇന്നലെ ഒന്ന് മേടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല അല്ലേ ബി? പിന്നെ എന്താണേലും നമ്മൾ മേടിച്ചു. കൊള്ളാം. ഇഷ്ടമായോ? കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു സർവീസിലൊക്കെ നിർത്തി ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ വണ്ടി ഫുൾ ലോഡ് പെട്രോളൊക്കെ അടിച്ച് നമ്മളും ഫുൾ ലോഡ് ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ നമ്മളത് വീണ്ടും യാത്ര തുടങ്ങി. നമ്മുടെ ആമിക്കുട്ടി എവിടെ ഇരിപ്പുണ്ട്. ആമിക്കുട്ടി ഒരു ഐസ്ക്രീം ഒക്കെ തിന്ന് ആമിക്കുട്ടി ഹാപ്പി അല്ലേ ആമി? ഇൻവെർനസ് കഴിഞ്ഞ് നമ്മളിപ്പോ മോളോട്ട് കയറി പോകുന്ന വഴിക്കെല്ലാം ഇത് നല്ല നല്ല മഞ്ഞ പൂക്കളും അടിപൊളിയാണ് കാണാൻ. മലനിരകളും മഞ്ഞ പൂക്കളും. NC500 കയറിയല്ലേ നമ്മൾ ഓൾറെഡി? ആണോ? ഇത് നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. NC500 സ്വപ്നത്തിലോ നമ്മൾ സ്വർഗത്തിലോ ഏകാന്ത സുന്ദരമോ. നമ്മളിപ്പോ ഈ NC500 റൂട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ഞങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു യാത്രയാണ് കേട്ടോ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മൾ NC500 കയറിയിട്ടോ. എന്ത് രസമാണെന്നറിയോ ഇപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ച. കയറിയപ്പോ തന്നെ നമുക്ക് അതിമനോഹരമായ ഒരു നദി എന്ന് പറയാൻ പറ്റും. എന്നാ എന്നെ പറയാ, തടാകം. എന്നാ രസമാണെന്നറിയോ. അതേപോലെ തന്നെ ഉണ്ടോ മഞ്ഞപ്പൂക്കൾ. ഇവിടെ വരുന്ന വഴി മൊത്തം ഈ മഞ്ഞപ്പൂക്കളാട്ടോ. എന്ത് രസമാന്ന് നോക്കിയേ. ഹലോ ആമിക്കുട്ടി, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? NC500 കയറിയപ്പോ തന്നെ അടിപൊളിയല്ലേ? എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആട്ടോ. ചുറ്റും നമുക്കിങ്ങനെ കാണത്ത ദൂരത്തോളം മലയും ഒരു പ്രത്യേക ഭംഗി തന്നെ അത്. ഇറങ്ങേണ്ടി വരും. കാരണം പല ഓരോ സ്ഥലത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ഓരോരോ നല്ല അടിപൊളി സീനിക് ബ്യൂട്ടിയാണ്. അപ്പൊ നിർത്തും. വേറൊരു കാര്യം ഞാൻ പറയാം, 1 മാസം ഇതിലെ നമ്മൾ കറങ്ങിയാലും കണ്ടു തീരത്തില്ല. കണ്ടു തീരാത്ത അത്രയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 4 ദിവസമായി. നമ്മള് ദിവസം എണ്ണുന്നില്ല. ഇനി പറ്റുന്നത്ര നമ്മൾ കറങ്ങിയിട്ട് തിരിച്ചു പോകും. അത് ഈ സീസണിൽ വന്നോണ്ട് നമുക്ക് കാണാൻ പറ്റിയ. അടുത്ത സീസൺ നമ്മൾ വരുമ്പോ വേറെ കാഴ്ചയായിരിക്കും. അതൊരു വേറെ തന്നെ ഒരു ലെവലാണ്. ഇതുണ്ടോ എന്ത് രസം നോക്കി. എടി ആമിക്കുട്ടി, നിനക്ക് ഇഷ്ടമായോടി? ഇഷ്ടമായി. മിന്നു ചെപ്പ് പോയി. എങ്ങനെയുണ്ട് ഇങ്ങനെ റൂട്ടിൽ
കൂടെ ഡ്രൈവ് ചെയ്യുമ്പോ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ഈ റൂട്ട് ഒന്ന് മസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം കേട്ടോ. അത്ര എക്സ്പീരിയൻസ് ആണ്. വണ്ടി ഇങ്ങനെ ഒഴുകുവാണ് സത്യം പറഞ്ഞാൽ. അല്ല അബിയുടെ ഡ്രസ് എല്ലാം കണ്ടില്ലേ? ലിറ്റിൽ ക്യാമ്പർ അല്ല ലിറ്റിൽ ക്യാമ്പർ അല്ല ഹാപ്പി ക്യാമ്പർ. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ചതാ. കഴിഞ്ഞ വർഷം നമ്മൾ മറ്റേ ഇതിന് നമ്മുടെ വിന്റർ എക്സ്പെഡിഷന് വേണ്ടി മേടിച്ചതാ. പക്ഷേ ഫുള്ള് ഇത് ട്രിപ്പ് മോഡലാണ്. ഞാൻ ക്യാമ്പിങ്ങിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ടാണ്. എന്നാ രസമാ നോക്കണേ. അല്ല ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള യാത്ര നമ്മൾ ചെയ്താണ്ടല്ലോ പിന്നെ ഇതിന് അഡിക്റ്റ് ആവും. നമ്മള് യാത്ര ചെയ്തോണ്ടേ യാത്രക്ക് അഡിക്റ്റ് ആവും. ഞാനിപ്പോ സത്യം പറഞ്ഞ അഡിക്റ്റ് ആയി. അങ്ങ് ദൂരെ കാണുന്ന ആ പിങ്ക് ഹൗസ് കാണാനാണ് കേട്ടോ നമ്മൾ വന്നത്. പക്ഷെ ഇവര് പറയുന്നത് നമുക്ക് ഇതിലെ ഇപ്പൊ റൂട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഇത് പ്രൈവറ്റ് റോഡാണ്, നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറ്റുവാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി ആ വീട് കാണാൻ വേണ്ടി വരും. ഞാൻ ഭംഗിയാ നോക്കി അത് കാണാനായിട്ട്. പറ്റുവാണെങ്കിൽ നടന്ന് പോകണം. നമ്മൾ നോക്കട്ടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുവാണെന്ന്. ഈ NC500 യാത്ര ചെയ്യുമ്പോ എവിടെ നോക്കിയാലും നമുക്ക് ഓരോരോ സീനറീസ് അല്ലെ. വണ്ടി നിർത്തി നമ്മൾ മടുക്കും കേട്ടോ, അത്രയ്ക്കും ബ്യൂട്ടിയാണ്. ഇത് ഇപ്പൊ കണ്ടോ നമ്മളീ ക്യാമറയിലൂടെ എത്ര പകർത്താൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. അതെ, പക്ഷെ എന്തായാലും നിങ്ങൾ ഇവിടെ UK യിലുള്ളവരാണെങ്കിൽ ഈ റൂട്ട് ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം അല്ലേ. കേറി വന്ന ഒരു വഴിയുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വഴിയാണ്, അടിപൊളി. ഇത് NCന്ന് നോർത്ത് കോസ്റ്റിൽ, അതായത് കോസ്റ്റൽ സൈഡിലൂടെ കടൽ സൈഡിലൂടെ ഉള്ള ഒരു യാത്ര ചെയ്ത്. ഇത് കണ്ടോ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാ രസമാണല്ലേ. പിന്നെ ഈ ഒരു നമുക്ക് അവിടെ കണ്ടോ, അവിടെ ദൂരെ കുറെ ഇതൊക്കെ കാണാൻ പറ്റും. കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ, എല്ലായിടത്തും തന്നെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പാർക്കിംഗ് ഇതുണ്ട്. അത്യാവശ്യം വ്യൂ ഉള്ള സ്ഥലത്ത് ഇതുപോലെ പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് നന്നായി. എഴുതിയ റോഡുകളിലെല്ലാം അത്യാവശ്യം ഇങ്ങനെ പാർക്കിംഗ് കിട്ടും. അത് നന്നായി. കാരണം നമ്മള് വരുന്നവരെ മനസ്സ് വിഷമിക്കാൻ പാടില്ല, നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ. ശ്രദ്ധിക്കണേ, വണ്ടി വരുന്ന റൂട്ടാ. ഇഷ്ടായോ ഈ വഴി? ഇഷ്ടായോ അമ്മിക്ക്? എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര? എവിടെ പോണോ? അവിടെ പോയി കളിച്ചണോ? വേറെ കാര്യം, ഈ റൂട്ടിൽ നിന്ന് ഇടയ്ക്ക് നമ്മൾ ഡീവിയേഷൻ ഒക്കെ എടുത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാണല്ലോ കുറെ അട്രാക്ഷൻ മാത്രമല്ല, ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് എന്താ മനസ്സ് നിറഞ്ഞ കാഴ്ചകൾ എന്ന് പറയത്തില്ലേ, അതുപോലുള്ള കാഴ്ചകൾ കിട്ടും. അങ്ങനെ നമ്മളാ ആക്ച്വലി ആ ലോഡ്ജ് എന്നാ വെച്ചേ അല്ല ഇക്ക് കാണാൻ പോയിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല ലോഡ്ജ് ക്ലാസ്. പക്ഷെ നമ്മൾ ആ ഒരു വ്യൂ കണ്ടില്ലേ, ആ വീട് കണ്ടു. അത് അടിപൊളിയാണ്. റോസ് ഹൗസ് അല്ലേ, പിങ്ക് ഹൗസ്. പിങ്ക് ഹൗസ് എന്ത് രസമെന്നറിയോ കാണാൻ. അത് ലോങ് എന്നുള്ളൊരു വ്യൂ കിട്ടി. അത് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റി. പക്ഷെ അടിപൊളിയാ. അത് അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താണേലും സംഭവം കണ്ടു. ഇത് നോക്കിയേ, എന്ത് രസം നോക്കിയേ. എങ്ങനെയുണ്ട് സ്ഥലം? നിറച്ചും അതാ ഞാൻ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞില്ലേ. ഇത് നോക്കിയാട്ടെ. മമ്മി ഇവിടെ എടുത്തോ, ഇത് റോഡാ, വണ്ടി സ്പീഡിൽ വരും കേട്ടോ. ഈ മല തികച്ചു ഇത് തന്നെയാ, ഈ പൂ തന്നെ അല്ലേ. അല്ലേ എന്റെ അമ്മ. താഴെ ഇവിടെ മഞ്ഞ് വീണ് കിടക്കുമ്പോ എന്നാ രസമായിരിക്കും. ഇവിടെ വെച്ചോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി. ഈ പൂ നല്ല മണമുണ്ട് കേട്ടോ അല്ലേ. താഴെ ആ പൈൻമരങ്ങൾ നിക്കുന്നതും എന്ത് രസമാണ്. താഴെ അരുവിയുടെ അവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ. നമ്മൾ അതിന്റെ ആ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം. ഞങ്ങൾ അങ്ങനെ ഇത് ലോച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു ലേക്ക് തേടി വന്നതാണ് കേട്ടോ. നമ്മൾ NC500 റൂട്ടിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഡൈവേർഷൻ എടുത്തിട്ട് ഇപ്പം ഇതേ ആ ഒരു റൂട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴിക്കുണ്ടല്ലോ, ഞങ്ങളൊരു മലഞ്ചെരുവിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് പൈൻമരാണ് കാണുന്നത്. നടുക്കൂടെ ഒരു അരുവി ഒഴുകുന്നു, താഴെക്കൂടി
ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഫുള്ള് ഈ ഒരു മഞ്ഞ ചെടിയാണ്. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഉടനീളം കാണുന്നത് ഈ ഒരു മഞ്ഞച്ചെടിയും പൈൻ മരങ്ങളുമാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അതേപോലെ പപ്പ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിരിപ്പുണ്ട് കണ്ടിട്ട് മതിയാവുന്നില്ല അല്ലേ. കണ്ണ് മഞ്ഞളിക്കാന്ന് പറയത്തില്ല, അതന്നെ സംഭവിച്ചോണ്ടിരിക്കുന്നു. അടിപൊളിയാ. ഇത് ഞങ്ങൾ വന്ന ക്യാമ്പ് സൈഡിൽ കണ്ടുള്ള മൊയറുകൾ കണ്ടോ. ഇവിടെ എവിടെ നോക്കിയാലും മൊയറുകളാട്ടോ. ഇത് എത്ര എണ്ണാന്നറിയാമോ? ഇതിപ്പോൾ ഒരു സൈഡിലുള്ളതാണ്, അപ്പുറത്തെ സൈഡിൽ ഇതിലും അപ്പുറം ഉണ്ട്. ഇപ്പം ഞങ്ങൾ നടക്കുന്ന വഴിയിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ. എല്ലാം കൂടി ഞങ്ങൾ നടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഓടി. അപ്പം ഞങ്ങളിത് ചെറിയൊരു വാക്കിന് ഇറങ്ങിയതാണ്. സുഹൃത്തുക്കളെ, അപ്പൊ ഭൂമിയിലാണ് സ്വർഗം എന്ന് പറയുന്നത് എത്ര ശരിയാട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ചകളൊക്കെ എന്ത് രസമല്ലേ. അപ്പൊ ഭൂമി ഇത്രയും സുന്ദരമാണെങ്കിൽ സ്വർഗം എത്ര സുന്ദരമായിരിക്കും അല്ലേ. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ NC500 നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ട പോലെ നമ്മള് ഉള്ള ജീവിതത്തിൽ ഇതൊക്കെ കണ്ടു തീർക്കാതെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജന്മം പോരാ നമ്മൾ ഈ ഭൂമിയിൽ ഇത് കണ്ടു തീർക്കാൻ അല്ലേ. എങ്ങനെയുണ്ട് അടിപൊളി. ഇനിയൊരു ജന്മം തന്നിടുമോ? അതെ, ഈ ഭൂമിയിൽ ഒരു ജന്മം കൂടെ തരുമോന്നല്ലേ സംഭവം. കണ്ടതൊന്നും അല്ല ലോകം. NC500 നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു റൂട്ട് ഡ്രൈവ് ചെയ്യുക. ഇപ്പൊ ഞങ്ങളുടെ പുറകിൽ ഇത് സൺസെറ്റ് ആണ് കേട്ടോ. എന്നെ രസമാണ് കാണാൻ വേണ്ടി നോക്കിക്കേ. അപ്പൊ നമ്മളിങ്ങനെ ക്യാമ്പ് സൈറ്റ് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ഈവനിങ്ങിൽ കിട്ടുന്ന കുറച്ച് സമയം കൂടി ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈവനിങ് ലേറ്റ് ആയിട്ടാവുന്നത്, അതായത് ഒരു 9 മണി വരെയൊക്കെ വെട്ടമുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമും കൂടി യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ തിന്ന് നേരെ കയറി നമ്മുടെ ക്യാമ്പിൽ കയറി ചുരുണ്ടുകൂടാം. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി കുളിക്കാൻ കയറിയിരിക്കുവാണ് കേട്ടോ. ഇതിപ്പോ ഫാമിലി ടോയ്ലറ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും പിള്ളേരൊക്കെ ഉള്ളപ്പോ നമുക്ക് അങ്ങനെ കയറിയല്ലേ കുളിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഈ ഇതിൽ തന്നെ നമ്മുടെ ഡയപ്പർ ചേഞ്ചിങ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ പിള്ളേരായിട്ട് ക്യാമ്പിംഗ് സൈറ്റിൽ വരുന്നവരൊന്നും ടെൻഷൻ അടിക്കില്ല. ഇതുപോലെ ഇതുപോലുള്ള പിള്ളേരൊക്കെ ഉള്ളവർ വിചാരിക്കില്ലേ എങ്ങനെ പിള്ളേരെ കൊണ്ടൊക്കെ ക്യാമ്പിങ്ങിന് പോകുന്നത്. ഇതുപോലുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.